കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഞാൻ എന്റെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാ. സീരിയസ്ലി മകളെ പോലെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെയാണ് പറയണേ? എന്തിനാ വന്നിരുന്നു ഇങ്ങനെ മെഴുകണേ? അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ റിഗ്രഷൻ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം 13 വയസ്സുള്ള ഒരു മകളെ നമുക്ക് നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ട്. അതും ഇതും എല്ലാം കൂടെ ബ്രെയിനിൽ കയറിയിട്ട് അതങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഈ കുട്ടിയോടാണോ? ആരെങ്കിലും മരിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ അതെല്ലാം കൂടി ഒരു പെൺകുട്ടി മരിച്ചു അപ്പൊ അതെല്ലാം കൂടി അങ്ങ് വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയാൻ എന്തെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അതും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വന്ന് തീർക്കാനുള്ളതാണോ കണ്ടവരുടെ കൊച്ച്? അല്ലല്ലോ. നിങ്ങളുടെ മോനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ട് നിൽക്കൂ? ഇല്ലല്ലോ. സീക്രട്ട് ഏജന്റിന് നല്ല മറുപടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മോനെ പറ്റി പറഞ്ഞതിന്. അപ്പൊ നിങ്ങളുടെ മേത്തേക്കും നിങ്ങളുടെ കുട്ടികളുടെ മേത്തേക്കും വന്ന പ്രശ്നം മറ്റുള്ളവരുടെ കുട്ടികളുടെ മേത്തേക്ക് നിങ്ങൾക്ക് കയറി പോകാൻ കാലിട. അതെവിടുത്തെ ന്യായം? ഇപ്പൊ ബാക്കി കുറെ അധികം യൂട്യൂബേഴ്സ് എടുത്തല്ലോ. എല്ലാരും പറഞ്ഞത് എന്റെ ഭാഷ കുറച്ച് ഹാഷായി എന്നാണ്. പക്ഷെ ആരും ഞാൻ പറഞ്ഞ ആ ടോപ്പിക്ക് ശരിയെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ശരിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ വാക്കുകൾ കുറച്ച് കടുത്തു പോയെന്നാണ്. സീരിയസ്ലി അങ്ങനെയാണോ? ആരാണ് ഇവര് ശരിയാണ് സീക്രട്ട് ഏജന്റിന്റെ ലൈഫ് കാണുന്നതിന്റെ വീഡിയോ ഞാൻ വെക്കാം. എന്റെ അഭിപ്രായം ഇവർ പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെയാണ്. എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അല്ലാതെ പോയിട്ടില്ല പുല്ലിനിടയിൽ പോയിട്ട് കുഞ്ഞിന്നിട്ട് എടുത്ത ഫോട്ടോ ഒന്നും അല്ല. ഓക്കെ, അതിനൊരു ആർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് എന്താണെന്ന്. അതിനെ ഒരു ആർട്ടിനപ്പുറം ഒരു വൾഗർ സൈഡ് ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഉള്ള കാര്യം പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികൾ കണ്ട് ചെയ്യുന്ന സൊസൈറ്റിയിൽ ചെയ്യുന്ന വൃത്തികേടുകൾ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ആളുകളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടുന്നതിനോട് യോജിപ്പില്ല. നമുക്കത് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും. അതെങ്ങനെ ശരിയാവും? അതായത് ഒരു കുറച്ച് കൂട്ടം രതി വൈകൃതമുള്ള ചിന്തിക്കുന്ന ആളുകൾ, ഇതേപോലെ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യാൻ നടക്കുന്ന ആളുകൾ, അവർക്കൊരു മോട്ടിവേഷനാണ് ഇതേപോലെ എന്താ പറയുക ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകൾ എന്നുള്ളത്. അത് അട്രോഷ്യസ് ആണ്. അത് ഭയങ്കര എന്താ പറയുക വൃത്തികെട്ട ചിന്താഗതിയാണ്. ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് തന്നെ എന്താണ് ഒരു ഫ്രീഡത്തിന് തന്നെ വിലങ്ങുതടിയാണ്. ഇത് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഓരോ വ്യക്തികളെയും എടുത്താണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്ന് കമന്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും. ഷഫീന ബീവി വേഴ്സസ് ദയാ സുജിത്ത്. ഞാൻ ആലോചിക്കുന്നതല്ല 2023 ഫോട്ടോ ഇവർക്ക് എന്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു ഇപ്പോ ഇത് എടുത്ത് വെച്ച് പറയണ്ട. അവര് പറയുന്നത് അവരുടെ മോളെ പോലെ കണ്ടുന്നാ. സീരിയസ്ലി അവര് മോളെ പോലെ കണ്ടുന്നോ? തള്ളക്ക് വട്ടുണ്ടോ? എല്ലാവരും അവരെ വിമർശിക്കുകയാണ്. പക്ഷെ അവര് പറയുന്നത് അവരുടെ വാക്കുകൾ കുറച്ച് കടുത്തുപോയി. അല്ലാതെ എന്നെ ആരും ഞാൻ പറഞ്ഞതിൽ തെറ്റാരും പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു? സീക്രട്ട് ഏജന്റ്, ലൈഫ് ഓഫ് അനന്തു, ഉണ്ണി വ്ളോഗ്സ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ആരാണ് സംസാരിച്ചിട്ടുള്ളത്? ദിയാസന പിന്നെ നമുക്ക് ഒഴിവാക്കാം. MDM ആയിട്ട് നടക്കുന്നവരൊന്നും നമുക്ക് ഇതിൽ കയറ്റേണ്ട കാര്യമില്ല. അപ്പം ഇവരൊക്കെ പറയുന്ന വീഡിയോ ആക്ച്വലി ഞാൻ എടുത്ത് വെക്കാം. ഞാൻ എൻ്റെ വീഡിയോന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് മിസ് വേൾഡ് ആയ മാനുഷി ചില്ലർ, പ്രിയങ്ക ചോപ്ര ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്തത് ബിക്കിനിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. ഇറ്റ്സ് പ്യൂർ കോൾഡ് മോഡലിംഗ്. ആ കുട്ടി മോഡലിംഗ് പഠിച്ച ഒരാളാണ്. അപ്പം ഇതില് അനന്തു പറയുന്നതാണ് ആ മോഡലിംഗ് പഠിച്ച ആ വീഡിയോ ചെറിയ ക്ലിപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്നൊക്കെ ഉള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഫോട്ടോ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് മിസ് വേൾഡ് ആയ മാനുഷി ചില്ലറിൻ്റെതാണ്. അപ്പം ഈ ഒരു വ്യക്തി നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യുകയല്ല. ഷഫീന ബിയോട് പറയാനുള്ളതാണ്. ഇത് ബിക്കിനി ഇട്ട ഫോട്ടോ ആണ് അവരുടെ. അപ്പം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യൂർ കോൾഡ് മോഡലിംഗ്. അവരുടെ പ്രൊഫഷൻ ആണത്. അവർ കല്യാണത്തിനോ മരിപ്പിനോ പോകുമ്പോൾ ഇടുന്ന വസ്ത്രമല്ല. ഷഫീന ബി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മെറ്റീരിയൽ അല്ല, അത് അവരുടെ പ്രൊഫഷനാണ്. അഭിനയം പോലെ മറ്റുള്ളത് പോലെ. വളർത്തിയ മകളെ നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാം. ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാം. മനസ്സിലായോ? മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി അച്ഛൻ ഇത് കാണണം. മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തൂണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനുണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങൾ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. എന്നിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയോളുമാരെ വേണം പഠിക്കാനായിട്ട്. ഹലി വരുന്നേ ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിന് മെഡിസിൻ ഉണ്ട്. അമ്മച്ചോട് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോൾ മനസ്സിലായോ? ഉള്ളോളല്ലേ ഉള്ളോളൂ. ഈ തഴപ്പും മുഴപ്പും കണ്ടിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവന്മാരെ മനോഘടനയുടെ തെറ്റാണ്. പക്ഷെ നീ ചിന്തിച്ച് നീ കുടിച്ച പാല് കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. പെറ്റ തള്ളെ കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. അത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാര്യക്ഷമതയോട് നാക്കിന്റെ ബലം കൊണ്ട് നിൽക്ക്. നാക്ക് കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നിന്റെ അമ്മയെ പോലെ ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്. ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നീ തൊള ഊരി കാണിക്കുകയല്ല വേണ്ട. ഞാനൊരു സ്ത്രീയാണ്. ഞാൻ നിന്നെ പോലെ ഒരു ജീവനാണ്. അല്ലാതെ എന്റെ ഒരു ഇതുണ്ട്, അത് നല്ല രസമുണ്ട്, അതിന്റെ വലിപ്പം കണ്ടോളൂ, അത് ഞാൻ താഴ്ത്തി ഇറക്കി, അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നല്ല പറയേണ്ടത്. ആ വേൾഡ് ആണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഇവര് ഫങ്ഷനലി അല്ലെങ്കിൽ ഒക്കേഷനലി ഒന്നും ഇടുന്ന സാധനമല്ല.
ഇത് ഫോട്ടോഷൂട്ട്സ് ആണ്. അത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവർ അവിടെയും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും മോഡലിങ്ങിന് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. അതാണ് ദയാ സുജിത്ത് ചെയ്തത്, അല്ലാതെ ബസ്സിൽ കയറി കണ്ടവന്മാർക്ക് പിടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഷെഫീന ബീവി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോഡൽ, വേൾഡ് ടോപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രിയങ്ക ചോപ്ര ഇന്ത്യയുടെ അഹങ്കാരം എന്ന് നമുക്ക് പറയാം. കാരണം ഇവരുടെ വോയിസും ഇവരുടെ ഫെമിനിസം, ഇവരിൽ നിന്ന് നിൽക്കുന്ന ഇവരുടെ കളറിലും ഇവരുടെ മോഡലിങ്ങിലും ഒക്കെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ചോപ്ര. ഇതുപോലുള്ള ആളുകൾ ഇടുന്ന വസ്ത്രം നോക്കൂ, ഇത് ഇവരൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മരിപ്പിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇടുന്നതല്ല. ഇത് പ്യോർ പ്രൊഫഷൻ ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ കണ്ടവന്മാർക്ക് ബസ്സിൽ നിന്ന് പിടിക്കാനോ അല്ലാതെ ആ കുട്ടിക്ക് നാലാളിത് കാണണം കുനിഞ്ഞു നിൽക്കുകയോ ചെയ്തതല്ല. ഷീ ഈസ് നോട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് എ ഗേൾ, ഷീ ഈസ് എ മോഡൽ. കണ്ടോ ഇപ്പൊ ഈ ദയാ സുജിത്തും പ്രിയങ്ക ചോപ്രയുടെ വസ്ത്രങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ഇറ്റ്സ് പ്യോർ കോൾഡ് മോഡലിംഗ്. ആ കുട്ടി ചെയ്തത് മോഡലിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. മോഡലിംഗ് ആണത്. അല്ലാതെ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തൊരു ഫോട്ടോയാണ്. ഞാനിവിടെ വെക്കാം. ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടി നോർമൽ വസ്ത്രം മാത്രം ധരിക്കുന്ന ഒരാളാണ്. അല്ലാതെ വയറ് കാണിച്ചോ മാറ് കാണിച്ചോ മറ്റേത് കാണിച്ചോ നടക്കുന്നൊരു കുട്ടിയല്ല. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിൽ ഒന്നും അവരവരുടെ ബ്രസ്റ്റ് പോലും കംപ്ലീറ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ബ്രസ്റ്റ് ലെവൽ വരെ ക്യാമറ വെക്കാം, പക്ഷെ ആ കുട്ടി അങ്ങനെ ഒരു ക്യാമറ പോലും ഇപ്പൊ മേക്കപ്പ് ഇടുമ്പോഴൊക്കെ ബ്രസ്റ്റ് ലെവൽ വരെ വെക്കാം, വയറ് വരെ വെക്കാം, അങ്ങനെയൊന്നും അങ്ങനെ ഒരു ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിൽ അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കുട്ടിക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം, എന്തെല്ലാം ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തിയേ അല്ല ആ കുട്ടിക്ക്. അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. നാലാൾ എന്നെ നോക്കണം, എന്റെ മാറ് കാണണം, എന്റെ അത് കാണണം, അച്ഛൻ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ. എന്തൊക്കെയാണ് ഷെഫീന ബീവി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ലെങ്കിൽ വൈദയ, അല്ലെങ്കിൽ അത്രയും ഡ്രസ്സ് ഇടുന്ന ഒരു 10 20 പേരെ വെച്ച് പറയാം. അത്രയും ആളുകൾ ഇന്ന് കേരളത്തിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നവരുണ്ടല്ലോ. ഇറ്റ്സ് പ്യോർ കോൾഡ് ഫോട്ടോഷൂട്ട്സ്. അവർ മാറ് കാണിക്കുന്ന വയറ് കാണിക്കുന്ന ഒറ്റ ഫോട്ടോ അവർ നോർമൽ ആയിട്ട് ധരിക്കുന്നില്ല. അവർ എപ്പോഴും ഒരു കവർ ചെയ്ത്, കണ്ടോ, ഫുള്ളി ഒരു നെക്ക് കവർ ചെയ്തിട്ടുള്ള ടീഷർട്സ് ആണ് അധികം അവരുടെ ചാനലിൽ കാണാൻ പറ്റുന്നത്. യു ആർ ടോട്ടലി റോങ് ദയയുടെ കാര്യത്തിൽ. ദയ സുജിത്ത് വെരി റൈറ്റ് പേഴ്സൺ. കണ്ടോ, ആ കുട്ടി ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം കണ്ടോ, ഒരിക്കലും മോശമായൊരു വസ്ത്രധാരണ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഫങ്ഷണലി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ മാത്രം ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളെ അല്ല. അതൊരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? നീക്ക് ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? അല്ല, ഇവര് ഇത് ഫെമിനിസം ആണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദയാ സുജിത്ത് എവിടെയാണ് ഇതിൽ ഫെമിനിസം പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ കാണുന്ന ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര ഒക്കെ ഡിഗ്രിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഇന്ത്യയെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളല്ലേ ഇവരൊക്കെ. ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോഡൽസ് എന്ന് പറയാം അവരാണ്. ഇപ്പൊ ഈ യു വി ലെജൻഡ് ബാഗ്സ് ഒക്കെ ബ്രാൻഡ് അംബാസിഡറാണ് ദീപിക പദുക്കോൺ. നമ്മുടെ വേൾഡ് കപ്പ് എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നത് ദീപിക പദുക്കോൺ ആണ്. അത് ഇന്ത്യയുടെ തന്നെ മോഡൽ ആയതുകൊണ്ടല്ലേ, അല്ലാതെ അവരുടെ സിനിമ കണ്ടിട്ടല്ലല്ലോ. അവർ ടോപ്പ് മോഡൽസ് ആണ്. ദയ കാണിക്കുന്നതും മോഡലിംഗ് ആണ്, അല്ലാതെ കുഞ്ഞിൽ നിൽക്കുകയും ബാക്ക് കാണിക്കുകയും ഫ്രണ്ട് കാണിക്കുകയും നേവൽ കാണിക്കുകയും ക്ലീവേജ് കാണിക്കുകയും ഒന്നും അല്ല അവർ ചെയ്യുന്നത്. ഷെഫീന ബീവിക്ക് മനസ്സിലാവാനാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ പുരുഷന്മാർക്ക് എന്ത് തോന്നുന്നവരുടെ കുഴപ്പം എല്ലാ പുരുഷന്മാർക്കും തോന്നില്ലല്ലോ. കുറച്ച് പുരുഷന്മാർ പീഡിപ്പിക്കുന്നുണ്ട്, കുറച്ച് പുരുഷന്മാർ കള്ളം ചെയ്യുന്നുണ്ട്, കുറച്ച് പുരുഷന്മാർ കൊല്ലുന്നുണ്ട്, കുറച്ച് പുരുഷന്മാർ കൊള്ളയടിക്കുന്നുണ്ട്, കുറച്ച് പുരുഷന്മാർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇതൊക്കെ എല്ലാം അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. സ്ത്രീകളിലും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തു നിന്നും മിസ്റ്റേക്സ് വരുന്നുണ്ട്. നോട്ട് എവറി വൺ ഇസ് പെർഫെക്റ്റ്. ഷെഫീന ബീവിയും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എല്ലാവരുടേതായ കുറവുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക ആദ്യം. നോ വൺ ഇസ് പെർഫെക്റ്റ്. മനസ്സിലായില്ലേ? ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ആണുങ്ങളുടെ കുഴപ്പമാണ്. നോട്ട് എവറി പേഴ്സൺ, നോട്ട് എവറി മെൻ. അവരുടെ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇത്ര ഫോളോവേഴ്സിൽ ഇത്രയേ പുരുഷന്മാർ, ഇതിൽ ആരൊക്കെ ഇത് കാണുന്നുണ്ട്? നിങ്ങൾക്ക് ബോധമില്ലാതെ സംസാരിച്ചാണോ?
നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ 10-13 വയസ്സുള്ള മകൾ എന്തോ പോയി, അപ്പൊ അതെല്ലാം കൂടി പ്രഷർ. വിഷയമില്ല. ഇപ്പൊ എല്ലാവരും പറയണക്ക് ഞാൻ ആ ഒരു ഇമോഷൻ ഇത്തിരി ഹൈപ്പിലായിപ്പോയി. അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ റിഗ്രഷൻ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം 13 വയസ്സുള്ള ഒരു മകളെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതും ഇതും എല്ലാം കൂടെ ബ്രെയിനിൽ കയറിയിട്ട് അതങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്തതാണ്. പറഞ്ഞതാണ്. നിങ്ങൾക്ക് പ്രഷർ കയറി പറയാനുള്ളതാണോ മറ്റു പെൺകുട്ടികൾ? നിങ്ങൾക്ക് പ്രഷർ കയറി പറയാനുള്ളതാണോ മറ്റു പെൺകുട്ടികൾ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. വിമർശനമാവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോണം. അതല്ലാതെ അഗെയിൻസ്റ്റ് ആയിട്ട് അവരെന്ത് ന്യൂഡിറ്റിയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്? അവരൊരു ന്യൂഡിറ്റി അതിൽ കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇറ്റ്സ് ന്യൂഡിറ്റി ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്ത് വെളികളയും. ന്യൂഡിറ്റി അല്ലാത്തത് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്. ഇത് പ്രൊഫഷൻ. അവർക്ക് വേണമെങ്കിൽ സാരി എടുത്ത് കുഞ്ഞു നിൽക്കാം, ബട്ടൺസ് അയച്ചിടാം ഷർട്ടിന്റെ, അല്ലെങ്കിൽ ഇന്നോവേഴ്സ് ഇട്ട് നിൽക്കാം. ഇതൊന്നും അല്ലല്ലോ ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അവര് പഠിച്ചത് എന്താണോ ആ പ്രൊഫഷനാണ് അവർ തിരഞ്ഞെടുത്തത്. സിനിമയിൽ വയറിൽ പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, സ്മൂച്ച് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഒറിജിനലാണോ? അല്ല, അത് സിനിമയുടെ ഭാഗമാണ്. അത് അവർ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ദ സെയിം തിങ് ഹാപ്പനിങ് പ്രൊഫഷന് വേണ്ടി ചെയ്യുന്നതാണ്. അവരെ നോർമലൈസ് ചെയ്യുന്ന ഡ്രസ്സസ് അല്ല അത്. അതുപോലെയാണ് എല്ലാ ആക്ട്രസും. ഒരു നോർമലൈസ് ചെയ്യുന്ന ഡ്രസ്സുകളല്ല. അതാദ്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ? നിങ്ങളുടെ വീട്ടുകാർ ഇഷ്ടത്തിനോ മതത്തിന്റെ പേരിലോ അല്ലല്ലോ. നിങ്ങളുടെ ചോയ്സ് അല്ലേ നിങ്ങളുടെ വസ്ത്രധാരണ. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ദയ ഇതിന് റീപ്ലൈ കൊടുക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ടാണ് കുട്ടി സംസാരിക്കുന്നത്. ആ അമ്മയുടെ അച്ഛന്റെ മാന്യത കുട്ടി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കുട്ടി എന്നെ വളർത്തിയത് അങ്ങനെയാണ്. മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കുട്ടി വളരെ മാന്യതയോടുകൂടിയാണ് ക്യാമറക്ക് മുന്നിൽ വന്നത്. അപ്പം നമുക്ക് ദയ പറയുന്നതൊന്ന് കേൾക്കാം. അച്ഛന്റെ അമ്മേനും മാനം ഇല്ല, ഫുള്ള് കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ ഇതെന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ സംവാട്ട് പേസ് കാം ഡൗൺ, ലെറ്റ്സ് ടേക്ക് എ ചിൽ പിൽ, കണ്ടിന്യൂ വിത്ത് മൈ ലൈഫ്. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. എനിവേ, എന്താ പറഞ്ഞേ അപ്പോൾ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമാ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സർപ്രൈസ് തരും. ദയാസുജിത്തിന്റെ ഒരു റിപ്ലൈ. നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. കുറച്ചധികം നേരം സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതുപോലെ നമുക്ക് തെറിത്താത്തക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അവരുടെ അമ്മയെ വരെ അവർ പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി എന്ത് മാന്യമായിട്ടാണ് അവരുടെ അമ്മ വളർത്തിച്ചതെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാം. ഷെഫി നബിയെ വളർത്തിയതും ഷെഫി നബിയുടെ നാവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് എന്നുള്ളത്. മനസ്സിലായോ? നമുക്ക് ഒരാളെ പറ്റി പറയുമ്പോൾ, ആരെ പറ്റിയാണ് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ മാന്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ?
എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ, കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോട് പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഓ, ആ കുട്ടി എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഇത്രയും അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? എന്തൊരു മോശമാണ് ആ കുട്ടിയെ പിന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ കാര്യത്തോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് മാത്രമല്ല ആർക്കും യോജിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ചുണ്ണി വ്ലോഗ് എന്തിനാണ് ഇത്രയധികം ആ പെണ്ണിനെയും കൊണ്ടുവച്ച് പറഞ്ഞെന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ചുണ്ണി വ്ലോഗ് ഞാനും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വശങ്ങൾ വെച്ച് കംപ്ലൈന്റ് കൊടുത്തതിനോട് സംസാരിക്കുന്നുണ്ട്. ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ. ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ. പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിങ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്തു തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം. അതിൻ്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം. ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. അതും വ്യക്തമായിട്ട് ഇങ്ങനെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമാണ് അവർ കേസിനായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഭീഷണിയാണ് മെയിൻ. അതായത് ഇവര് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേ അറ്റായിട്ടും മറ്റുള്ളവർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. ഇവരെ കൊണ്ട് വരരുത്, ഇവര് കയറി ഉടുക്കും, പുച്ഛാണ്, മറ്റെല്ലാവരെയും പുച്ഛാണ്, പ്രധാനമായിട്ട് പുച്ഛാണ്. ഇവരാണ് മെയിൻ, ഇവരാണ് ഏറ്റവും മേലിരിക്കുന്നത്. ഷഫീന ബീവിയുടെ കളിക്കരുത്, ഷഫീന ബീവിയുടെ കളിക്കരുത് എന്നുള്ളൊരു ഡയലോഗ് എപ്പോഴും ഉണ്ടാവും. ഞാൻ കംപ്ലൈന്റ് കൊടുത്ത എല്ലാത്തൊക്കെ മേല ഇല്ല. ആ പറഞ്ഞ വേർഡിങ്ങിൽ പലർക്കും അത് ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഭാഷ എത്ര രൂക്ഷമായിരുന്നു എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഞാനും അത് അംഗീകരിക്കുന്നു. ഐ അഡ്മിറ്റഡ്. 2023 പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ആണ്. ഓക്കെ, ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലേ, സ്ക്രീനിൽ വെക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അല്ലേ, നല്ല പിക്ചേഴ്സ് ആണ്. നല്ല സൂട്ടാവുണ്ട് കോസ്റ്റ്യൂം. അതെ, അതായത് അവരൊരു മോഡലിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഏതൊരു എന്താ പറയാ കോസ്റ്റ്യൂം ഡിസൈനർ കൊടുക്കുന്ന കോസ്റ്റ്യൂമും അവർക്ക് വളരെ ആപ്റ്റാന്ന് തോന്നി കഴിഞ്ഞാൽ അവരത് വേറെ ചെയ്യും, അവരത് ഷോക്കേസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ പ്രൊഫഷൻ. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലി ചെയ്തൊരു കിടലൻ ഷൂട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഒരു വൾഗാരിറ്റി അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ലല്ലോ? എനിക്ക് തോന്നിയില്ല, തോന്നേണ്ടതായിട്ടുള്ള സംഭവം ഒന്നുമില്ല അതിനകത്ത്. ബിക്കോസ് അതൊരു പ്രൊഫഷണൽ ഷൂട്ടാണ്. അത് ആ കുട്ടിയുടെ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അയാളുടെ വസ്ത്രധാരണം.
ഇപ്പൊ പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ അയാൾ ഇടട്ടെ, ആ രീതിയിലായിട്ടുണ്ട് ആൾക്കാർ ചിന്തകളെ. ഇനി അങ്ങനെ ഇടാൻ താല്പര്യമില്ലാത്തവരുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായിട്ടോ നിങ്ങൾക്ക് സൊസൈറ്റിയെ നോക്കിയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചട്ടക്കൂടിനകത്ത് ജീവിച്ചു പോകാന്നല്ലാതെ ബാക്കിയുള്ളവരുടെ തലയിൽ വന്നിട്ട് ഇങ്ങനെ ധരിക്കാൻ പാടും, സ്ത്രീകൾ ഇങ്ങനെ ധരിച്ചാൽ എനിക്കിഷ്ടമുണ്ട് എനിക്കിഷ്ടമില്ല അതേ പറയാൻ പറ്റുള്ളൂ. നിനക്ക് ഇഷ്ടണ്ടാവാൻ പാടില്ല. നീ എന്തിനു ധരിച്ചു? നീ ധരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം, ഒരു ന്യൂസൻസ്. സി ഒരു 20 വർഷം മുമ്പുള്ള ഒരു സ്ത്രീയോട് പോയിട്ട് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ ചാനൽ മാത്രമേ അറിയൂ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 10-25 വയസ്സായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പോഴും ഉണ്ടല്ലോ കുലപുരുഷനും കുല സ്ത്രീയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിങ്ങനെ എണ്ണം കുറഞ്ഞു. അത് മനസ്സിലായി, എണ്ണം കുറഞ്ഞു. പണ്ട് 100 ഉണ്ടെങ്കിൽ 10 ഉള്ളൂ. പക്ഷെ ആ 10 തൊല്ലാണ്, 10 ശല്യാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇത് കുറയും. ഇതെന്താ പറയുക, ഇത് പതിയെ വംശനാശം വരുന്ന ഒരു തരം കൂട്ടരാണ്. ചത്തു തുടങ്ങി പോവും. പക്ഷെ അതുവരെ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, പ്രതീക്ഷിക്കും വേണം, ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും വേണം. കാരണം ഞാൻ പറഞ്ഞു, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ചെന്ന് അയാൾ എന്ത് വസ്ത്രം ധരിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യുമ്പോൾ ആ വസ്ത്രധാരണം കൊണ്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം നടന്നിരിക്കണം. ഇവിടെ ദിയാ സുജിത്തിന്റെ ഒരു ഫോട്ടോ വന്നതിന് ശേഷം ഷെഫീന ബീവിക്ക് അറിയുന്നതോ അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട ചേച്ചിക്ക് അറിയുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് ആ ഫോട്ടോ കണ്ടതിന് ശേഷം പേഴ്സണലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഇവർ ഈ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി പ്രശ്നം വരുമോ എന്നുള്ള ചിന്ത കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? നാളെ ഒരു സ്ത്രീ സാരി എടുത്ത് അല്ലെങ്കിൽ നാളെ ഒരു വീട്ടമ്മ ബസ്സിൽ കയറിയ അവളെ കയറി പിടിക്കാൻ ദിയാ സുജിത്തിന്റെ ഫോട്ടോ കണ്ടൊരു ഞരമ്പൻ. നിങ്ങൾ പറയുന്നതിലൊരു സയൻസിന്റെ വിഷയം തന്നെ എന്താ അറിയോ? ദിയാ സുജിത്തിന്റെ വീഡിയോ കണ്ടിട്ട് അതിനോട് ഒബ്സസ്ഡ് ആയിട്ട് അതിൽ ഭയങ്കര താല്പര്യം തോന്നിയ ഒരാള് ദയാ സുജിത്തിനോടേ ആ ആക്ടിന് പോവായിരിക്കുള്ളൂ. ഒരിക്കലും ദയാ സുജിത്തിന്റെ ഫോട്ടോ മനസ്സിൽ വെച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയണത് ആരാണോ ഞാൻ ഇന്നൊരാളെന്നല്ല, അയാളെ ആ പറയുന്ന ആളുകൾക്ക് എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അതാണ്. അതായത് ഒരിക്കലും എന്താ പറയുക, ഞാൻ പറയുന്നില്ല ഇതുപോലെയുള്ള എന്താ പറയുക, ഇപ്പൊ ഇവരൊരു പ്രൊഫഷണൽ എന്താ പറയുക ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ചിലപ്പോൾ ഇതേപോലെ വസ്ത്രങ്ങൾ ധരിച്ച് ആളുകളെ അട്രാക്ട് ചെയ്ത് അവരിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇല്ലാന്ന് ഞാൻ പറയില്ല. അല്ല, അവർക്കത് സൂട്ട് ആവണമെന്നുകൊണ്ടാണല്ലോ ഈ പരസ്യം ചെയ്യുന്ന ആളുകൾ ഇത് കൊണ്ടു കൊടുക്കുന്നത്. ഇത് ഇവരുടെ പ്രൊഫഷണൽ സൈഡ്. ഓക്കെ, എങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നില്ല ദയാ സുജിത്തിന്റെ ഫോട്ടോസ് കണ്ടിട്ട് നാളെ ഒരു വീട്ടമ്മ എവിടെയെങ്കിലും ആരെങ്കിലും കയറി പിടിച്ചു അല്ലെങ്കിൽ ഒരുത്തൻ കയറി പിടിച്ചെടുത്താൽ ഞാൻ ദയാ സുജിത്തിന്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളുടെ ഫോട്ടോ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ തന്നെ പറയുന്ന ഒരു മാന്യമായ വസ്ത്രധാരണത്തിന്റെ മീറ്ററിൽ വരുന്ന സാധനങ്ങളാണ് പർദ്ദ, സാരി അല്ലെങ്കിൽ ഫുൾ അടച്ചുറപ്പുള്ളതെന്ന് നിങ്ങൾ തന്നെ സ്വയം പറയുന്ന കുറെ ഡ്രസ്സുകൾ. അതായത് നിങ്ങൾ ബോഡി പാർട്സ്, അതായത് നേവൽ കാണാൻ പാടില്ല, ക്ലീവേജ് കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചുരിദാറിട്ട ഒരു സ്ത്രീയൊക്കെ പോകുമ്പോൾ അതിന് മുന്നേ പോയിട്ട് അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചൊക്കെ നിൽക്കാം. അല്ല, അതിന്റെ പ്രശ്നമാണ്. മനസ്സിലായി? അപ്പോൾ ഞാനത് പറഞ്ഞു, നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് നമുക്ക് അത്രയും ദേഷ്യം വന്നത് എന്നുള്ളതാണ്. ആ ഇഷ്ടം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ നീ എക്കടി കെട്ടുപോന എനക്കെന്നെ. പക്ഷേ ന്യൂഡിറ്റി ഇനി നീ നിന്റെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്താൽ ഈ ഇരുന്ന് ചൊറിയുന്ന കുഞ്ഞി ഓവയെ പോലെയല്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്താൽ. ഓക്കെ, നിങ്ങൾ നാളെ നിങ്ങളുടെ അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല. മനസ്സിലായോ? അടുത്തൊരു സ്വാതന്ത്ര്യത്തിലോടുകൂടി ജീവിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ നിമിഷ ബിജോനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പർപ്പിൾ ഹാൽസിയോനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, അതല്ലെങ്കിൽ അന്ന രാജനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, അതല്ലെങ്കിൽ ഇത്തരം എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറച്ച് ഇതുണ്ട്, ലിസ്റ്റ് ഉണ്ട്. പോയി നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനു വേണ്ടിയുള്ള ലിസ്റ്റ് ഉണ്ട്. ഇത്രയും പേരുണ്ടായിട്ട് why you choose ദയ? I didn't understand. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പല വീഡിയോസും റെലവൻ്റ് ആണ്, കേൾക്കാൻ രസമുള്ളതാണ്, നല്ലതാണ്. നോട്ട് എവറിത്തിങ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല. ഈ അഭിപ്രായത്തോട് ഒട്ടും ഇല്ലല്ലോ. Zero mark for this video. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് വാച്ച് മൈ വീഡിയോസ്. Love you.